ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ചൈനയിലാണുള്ളത്. അപ്പോൾ അവിടെ ചെറിയ ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തു പോയതാണ്. ഇതാണ് അവിടുത്തെ പെട്രോൾ പമ്പ് ചൈനയിലെ. ഞങ്ങൾ നേരെ മാളിലേക്ക് പോകാൻ എഴുതി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ബിൽഡിങ്ങുകൾക്കൊക്കെ ലൈറ്റ് ഇട്ടിരിക്കുന്നുണ്ട്. അത് നല്ല രസമല്ലേ കാണാൻ. LED പോലെ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ കൊടുത്തേക്ക് എല്ലാ ബിൽഡിങ്ങും. ദൂരെ നിന്നൊക്കെ കാണാൻ അടിപൊളിയാണ്. ഇപ്പൊ നൈറ്റ് ആയതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല ക്യാമറയില്. ഞങ്ങള് മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇത് നൈസാണ്. എല്ലാ ബിൽഡിങ്ങുകളിലും കൊടുത്തിട്ടുണ്ട് ലൈറ്റ്. മിക്ക ബിൽഡിങ്ങുകളും തന്നെ കൊടുത്തിട്ടുണ്ടോ. ഇതാണ് കറക്റ്റ് ഒരു വ്യൂ. നല്ല രസമില്ലേ കാണാൻ. ആ കണ്ണാടി കാണുന്നതാണ് ഈ വണ്ടിയിൽ ഡ്രൈവർ ചേട്ടൻ. ഇയാണ് വണ്ടി സ്മൂത്തായി സഞ്ചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആള്. നമ്മളിങ്ങനെ പോകൊണ്ടിരിക്കുകയാണ്. നാളെത്താറായി ആണ് ഇവിടെ അടുത്തുള്ള നല്ലൊരു മാള്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, വലിപ്പമൊക്കെയുള്ള മാള്. അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഡിസ്പ്ലേ പോലെ കൊടുത്തേക്കുന്നുണ്ട്. നൈസല്ല. അത് ശരിക്കും പറഞ്ഞ ഒരു LED ലൈറ്റുകൾ ഇങ്ങനെ കൊടുത്തേക്കണം. ദൂരെ നോക്കുമ്പോ ഇങ്ങനെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഒരു വാൾപേപ്പർ ഇട്ടേക്കണ അതിൽ തോന്നും. പക്ഷെ അത് അടുത്ത് നിന്ന് കാണുമ്പോ ഇങ്ങനെ LED, കുറെ LED ഇങ്ങനെ നിക്കണ ഒരു സംഭവമാണ്. കണ്ട, അങ്ങനെയാണ് അതിന്റെ ഇത് വരുന്നത്. ഇങ്ങനെ നമ്മൾ മാളിന്റെ അകത്തേക്ക് കയറി പോവാണ്. ഈ വഴിയല്ല എൻട്രൻസ് തോന്നുന്നു. ഈ വഴി ഫുഡിന്റെ ഐറ്റംസ് മാത്രം എന്തോ ആണ്. നമ്മളപ്പുറത്തെ വഴി പോവാന്ന് എഴുതി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഫുഡിന്റെ ഔട്ട്സൈഡിൽ നിന്ന് മേടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ മാളിന്റെ അകത്തേക്ക് കയറാണ്ട് തന്നെ ഫുഡിന്റെ ഇതിനകത്തേക്ക് പുറത്തുനിന്ന് തന്നെ മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഫുഡ്, കേക്ക്, ബ്രെഡ്, അതുപോലത്തെ ഐറ്റംസ്, ബേക്കറി ഐറ്റംസ് ആണ് കൂടുതലും അതുപോലെ ഞാൻ കാണുന്നത്. ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. ഷീറ്റ് ഇട്ട് മറിച്ചേക്കണ അതിലുള്ളൊരു സെറ്റപ്പാണ്. അകത്ത് കയറി പിന്നെ ഇതൊക്കെ തന്നെ നേരെ കാണുന്നതാണ് ഹൈപ്പർ മാർക്കറ്റ്. നമ്മൾ അവിടെ കയറിയിരിക്കുകയാണ്. അവിടെ ആദ്യം തന്നെ കണ്ടത് ഇതെന്താണെന്ന് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. പറഞ്ഞത് ഇത് ബദാമാണ്. ബദാം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. നമുക്ക് കിട്ടുന്നത് അത് പൊളിച്ചിട്ടുള്ള ഇതായിട്ടാണ് ബദാം നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. തൊട്ടപ്പുറത്ത് കിടക്കുന്നത് കശുവണ്ടി. അത് കൊണ്ട് വിളിക്കാത്ത നമ്മള് കണ്ടിട്ടുണ്ടാവും. തൊട്ടപ്പുറത്ത് വാൽനട്ടോ എന്തോ സാധനമാണെന്ന് തോന്നുന്നു. ഇത് അവിടെ പേരറിയാൻ പാടില്ലാത്ത കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് പിസ്ത സ്വാഭാവികം. അവിടെ ഇവിടെയൊക്കെ ഇതുപോലത്തെ കുറേ സാധനങ്ങളുണ്ട്. എന്താന്ന് ഒരു പിടുത്തമില്ല. സാധനമാണ്, കഴിക്കേണ്ട സാധനമാണ്. അതൊരു മറ്റേ ചെമ്മീൻ ഉണക്കിയത്, ചാള ഉണക്കിയത്, അങ്ങനെ കുറേ ഫിഷ്, ഡ്രൈ ഫിഷ് ഐറ്റംസ്. ഒരു കൊച്ചിനെ വണ്ടിയിലിരുത്തി ഒരു ചേച്ചി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ 2 കുട്ടികൾ നടന്നു പോകുന്നു. ഇവിടെ മിഠായികൾ, പ്രത്യേക രീതികളിലുള്ള മിഠായി. ഇതും എന്തൊക്കെയോ സീറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. കൊച്ചെന്തോ ചൂണ്ടിക്കാട്ടുന്നൊക്കെ ഉണ്ട്. അച്ഛാ അത് മതിയെന്നാണോ പറയണം. മീറ്റ് ഐറ്റംസ്, ഫിഷ്,
ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അവിടെ മറ്റേ നീരാളി ഇല്ല, ആ നീരാളിയുടെ പാർട്സ് കണ്ടു. നീരാളിയുടെ കൈകൾ, കാലുകൾ, മറ്റേ പ്രോൺസ് പല രീതിയിലുള്ള പ്രോൺസുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മുടെ കക്ക, പല കളറിലുള്ള കക്കകള്, രീതിയിലുള്ള കക്കകളും കാര്യങ്ങളും. ഫിഷ് ഐറ്റംസ്, ഇത് ചിക്കൻ വിങ്സ്, ചിക്കൻ്റെ വിങ്സ് മാത്രം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ലെഗ് ഉണ്ട്, തൊട്ടപ്പുറത്ത് ലെഗും കിടക്കുന്നുണ്ട്. ഇവിടുത്തെ ഫ്രഷ് മീനുകൾ വേണമെങ്കിൽ പിടിച്ച് നമുക്ക് തരും, അത് ക്ലീൻ ചെയ്ത് നമുക്ക് തരും ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ, ഐസിടാതെ. അതൊക്കെ ഞണ്ട് ഉണ്ട്, ആ ഞണ്ട് ഉണ്ട്, ഒരു 1.5 ഞണ്ടാണോ. അതിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇറക്കൊക്കെ കിട്ടിയ സൂപ്പർ, അടിപൊളിയാണ് അതിനെ കാണാൻ. അടുത്ത് കിടക്കുന്ന ഈ പ്രോൺസിന്റെ വേറെന്തോ പേര് പറയുന്നത്, ഓയിസ്ട്ര അങ്ങനെന്താണെന്ന് തോന്നുന്നു. കുറേ ഡിഷും കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് ലൈവ് പിടിച്ച് നന്നാക്കി തരും. സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഞണ്ടും കക്കയും കാര്യങ്ങളൊക്കെ തന്നെ. ശംഖ്, ഇവിടെ ഞണ്ടിന് റിബൺ കെട്ടി വെച്ചിട്ടുണ്ട്. അത് റിബൺ എന്നിട്ട് കെട്ടി വെച്ചാണ്, അത് അതിൻ്റെ കൈ, അത് പിടിച്ചിറുക്കാണ്ടിരിക്കാൻ വേണ്ടി കൈ കൂട്ടി കെട്ടി വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ആമ കിടക്കുന്നുണ്ട്. ആമേനെയൊക്കെ പാക്കറ്റിലാക്കി വെച്ചിരിക്കുക. ജീവനുള്ള ആമയാണ്. വേണമെങ്കിൽ വനത്തിലെടുത്ത് വയലിട്ടാ മതി. ഇതൊക്കെ സ്വീറ്റ്സും കാര്യങ്ങളും. മിഠായി, ടറൂടെ നേസ്ലി ഫ്രീ, സ്പൈഡർമാൻ, യോയോ. ഇവിടുത്തെ 7 അവിടെ എന്താ യാനാന്ന് തോന്നുന്നു, 7 യാൻ. മിൽക്ക് ഐറ്റംസ് കാര്യങ്ങള്, മിഠായി തന്നെ. പിന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കാണുന്ന ഐറ്റംസ് ഒക്കെ തന്നെ. എങ്ങനെയുണ്ട്, ഇത് വൈൻ ഐറ്റംസ് ആണ് ഇവിടുത്തെ. വൈൻ കുക്കീസ് കാര്യങ്ങളൊക്കെയാണ്. ഇത് സ്ട്രോബെറി ആണ്. ഇവിടെ സ്ട്രോബെറി അടിപൊളിയാട്ടോ. അവിടെ വെസലിൽ പ്രൊവിഷൻ വരുമ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട് സ്ട്രോബെറി. അപ്പോൾ സ്ട്രോബെറി നല്ല ഫ്രഷ് സ്ട്രോബെറിയാണ്, ചെറുതുകൊണ്ട് വലുതുണ്ട്. അടിപൊളി സ്ട്രോബെറികൾ ഇവിടെ കിട്ടും, നല്ല ഫ്രഷ് സാധനം. വേറെ പല സ്ഥലത്തുനിന്നും മേടിക്കുമ്പോൾ ഈ വാടി ഇതൊക്കെയാണ് അവർ കൊണ്ടുവന്നത്. ഇത് നല്ല ഫ്രഷ് സാധനം കിട്ടുന്നത് സ്ട്രോബെറി. ഇതിന്റെ പേര് എന്താന്ന് വലിയ പിടുത്തമല്ല. ബ്ലാക്ക്ബെറി, റെഡ് ബെറി അങ്ങനത്തെ വല്ല സാധനങ്ങളും തോന്നുന്നു. നമ്മുടെ നാട്ടിലെ തക്കാളി ഏകദേശം ആ രുചിക്കുണ്ട്. പിന്നെ മുളക് കണ്ടോ, ബജി മുളകാണ് ഇവിടെ കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. മറ്റേ മുളക് കുറവാണ്. കണ്ടോ, ഒരു ബജി മുളക് എന്ന് പറഞ്ഞാൽ എന്താ വലിപ്പം. ഇതതിൻ്റെ വേറൊരു ഇവിടുത്തെ സവാളയും കാര്യങ്ങളൊക്കെ കണ്ടോ. നമ്മുടെ നാട്ടിലെ സവാള പോലില്ല. ഒരു സവാള എന്ന് വെച്ചൊരു നമുക്ക് നമ്മുടെ നാട്ടിൽ കറി വയ്ക്കാനാണ് ഒരു സവാള മതി, അവിടുത്തെ ഒരെണ്ണം മതി. അത്രയ്ക്ക് വലിപ്പമുണ്ട് അത്യാവശ്യം. ഇനി കളറ് ചെറിയൊരു ലൈറ്റ് കളറാണ്. 2 കളറുണ്ട്, നല്ല ലൈറ്റ് കളറുണ്ട്. രണ്ടും ഏകദേശം സെയിം ഒക്കെ തന്നെ, നല്ല വലിപ്പമുണ്ട് രണ്ടും. കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ഈ കപ്പ കണ്ടോ, കപ്പ എല്ലാം ഒരേ അളവ്, എല്ലാം ഒരേ അളവായിരിക്കും. മിക്ക സാധനങ്ങളും എല്ലാവരും ഒരേ ഷേപ്പിൽ അച്ചില് വാർത്തെടുത്ത
ഷിപ്പിൽ മറ്റേ വെണ്ടയ്ക്ക വന്നപ്പോഴും അതെ ഇതേപോലെ തന്നെ എല്ലാ വെണ്ടയ്ക്കും ഒരേ അളവ്. നമ്മുടെ നല്ല ഓനും ചെറുതോനും വലിയ വയ്ക്കാവില്ലേ, അതങ്ങനെയൊന്നുമില്ല, എല്ലാം ഒരേ അളവ്. ഇതെന്തോ അച്ചിൽ പുറത്ത് വാർത്തെടുക്കുവാന്ന് തോന്നുന്നത്. ബേക്കറി ഐറ്റംസ്, പിസ, കേക്ക്, ചെറിയ ബർഗറൊക്കെ പോലത്തെ സംഭവങ്ങളൊക്കെ, സാൻഡ്വിച്ച് ഒക്കെ ഉണ്ട്. ഇത് ഡക്കാണ്, സ്കിന്നൊന്നും കളഞ്ഞിട്ടില്ല. ഡക്ക് അതേപോലെ തന്നെ ബേക്ക് ചെയ്തെടുത്തേക്കുക. തൊട്ടടുത്ത് ചിക്കനും കിടക്കുന്നുണ്ട്. ഇതുണ്ടോ ചിക്കന്റെ കാലാണ്. നമ്മുടെ നാട്ടിലൊന്നും കഴിക്കില്ല, അവരതൊക്കെ കഴിക്കും. ചിക്കന്റെ കാല്, അത് ഡെക്കിന്റെ കാല് എല്ലാം ഉണ്ട്. കാലൊക്കെ പുഴുങ്ങി അല്ലേ. അവിടെ വെച്ച് കണ്ട ഒരു ഫാമിലി ആയിരുന്നു അവര്. നമ്മളെ കണ്ടപ്പോ എന്തായാലും ആ കൊച്ചിനെ നമ്മൾ നേരത്തെ അവിടെ വെച്ച് കണ്ടായിരുന്നു. ജീപ്പൊക്കെ വീട്ടിലെ എല്ലാവരും കാട്ടി കൊടുക്കുക അവരെ. നമ്മളെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു ഇത് തോന്നൂല, അവരുടെ പ്രത്യേക അവരുടെ ഷേപ്പല്ലല്ലോ നമുക്ക്. അവര് ബായൊക്കെ പറഞ്ഞു ബായ്. മേളിലേക്ക് കയറുക. മേളില് വേറെ ഡ്രസ്സും ഷൂ ഐറ്റംസ് ഒക്കെ, ബാഗ് ഉണ്ട് ഇവിടെ, ഷൂവ്, അങ്ങനെ കുറെ ഫാഷൻ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. പിന്നെ ഞാൻ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വിന്റർ സീസൺ ആണ്, അപ്പൊ അതുകൊണ്ട് അതിന് പറ്റിയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഡ്രസ്സൊക്കെ നല്ല രസമുണ്ട് കാണാൻ. നല്ല ക്ലോത്ത് ഒക്കെ ആണെങ്കിലും നല്ല കോട്ടൺ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് സെറ്റ് സാധനങ്ങളാണ് ഇവിടെ. അതിൻ്റെ ജാക്കറ്റും ക്ലോത്തൊക്കെ അടിപൊളിയാണ്, നല്ല രസമുണ്ട് അതിലൊക്കെ പിടിക്കാൻ. ഇങ്ങനെ പഞ്ഞിക്കെട്ട് വാതിലിരിക്കും. ഇതേ മോഡലിൽ തന്നെ ഒരു പിങ്ക് കളറ് എൻ്റെ പെങ്ങൾക്ക് എടുത്തായിരുന്നു. അതേ മെറ്റീരിയൽ തന്നെ നടന്നപ്പോഴാണ് ഒരുത്തി അതൊക്കെ ഒളിച്ചു നിൽക്കണത്. നമ്മളെ കണ്ട് പേടിച്ച് അമ്മയുടെ അടുത്തേക്ക് ഓടി. സ്വാഭാവികം, നമ്മളെ കാണുമ്പോ വേറൊരു ആളത് മനസ്സിലാവില്ല. അപ്പൊ പിള്ളേരൊക്കെ മാറി പേടിപ്പിക്കാൻ നോക്കി. ഷൂ കാര്യങ്ങളൊക്കെ ഇത് ടോയ്സ് ഐറ്റംസ് ഒക്കെയാണ്. ഇവിടെ RC കാറ്, കുറേ സംഭവങ്ങളുണ്ട്. ഇലക്ട്രോണിക്സ്, റോബോട്ട്. ഞാൻ ഓണാക്കി നോക്കിയില്ല, ഞാനൊക്കെ മേടിക്കുക. അതിൻ്റെ ഡെമോയൊന്നും അവിടെ വെച്ചിട്ടില്ല. അത് പർച്ചേസ് ചെയ്ത് അല്ലാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അത് RC കാറും കാര്യങ്ങളൊക്കെ അങ്ങനെ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അവിടെ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നിസാര റേറ്റ് ഉള്ളൂ. ഇത് ഡ്രോണൊക്കെ ഉണ്ട്, ഡ്രോണൊക്കെ നിസാര റേറ്റ്. അതൊക്കെ പണ്ടത് നമ്മുടെ സൂപ്പർമാനല്ല പവർ റേഞ്ചേഴ്സ്, അതിൻ്റെയൊക്കെ പോലത്തെ എന്തൊരു സംഭവം. ഇത് അവിടുത്തെ കേക്കും കാര്യങ്ങളൊക്കെ നൈസ. ഫ്രൂട്ട്സും കൊണ്ട് മേളിൽ ഇങ്ങനെ നിറച്ചേക്ക, നല്ല രസമുണ്ടല്ലോ അത് കാണാൻ. മാംഗോ ആണോ പപ്പായയാണോ ഒക്കെ വച്ചിട്ടുണ്ട്. സ്ട്രോബെറി, കേക്ക് ഐറ്റംസ് മാത്രമുള്ള ഒരു ഷോപ്പാണത്. കേക്ക് കൊണ്ട് പല രീതിയിലുള്ള സംഭവങ്ങളും. പിന്നെ മൊബൈലിന്റെ ആക്സസറീസ് മേടിക്കുന്ന ഒരു ഷോപ്പിൽ പോയി ഇപ്പൊ കണ്ടതാണ്. ഒരു കൊച്ചിന്റെ ഫോണിന്റെ ബാക്കില് സ്റ്റിക്കർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഭവം. നൈസാണ്, അതിന്റെ ചെറിയ വീഡിയോ ആണ്. അപ്പൊ ശരി, എന്നാ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.
结果这是贴上去的，我根本没想打卡。我还以为它是纸，然后呢，用纸，然后放在这里面，然后一起盖上去。